Alhamdulillah, Alhamdulillahi Rabbil Alameen, Alhamdulillah, alladhi hadana li hadha, wa ma kunna linahtadiya lawla an hadana Allah. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. സദഖല്ലാഹുൽ അലിയുൽ അദീം. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെല്ലാം പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച സ്രഷ്ടാവായ പരിപാലകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ, അവൻ്റെ ആയത്തുകൾ
ഏറ്റവും ശരിയായ രൂപത്തിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ, ആയത്തുകൾ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിന് വേണ്ടി ഈ ഒരു സംരംഭത്തെ എല്ലാ അർത്ഥത്തിലും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കണമേ നാഥ. ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ നാഥ. സൂറ അന്നൂറിലെ 16 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് 17 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ സൂറയുടെ ഈ അധ്യായത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രവാചക പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരിൽ കപടവിശ്വാസികൾ ഉയർത്തിവിട്ട യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ദുരാരോപണവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തുകളൊക്കെയും അവതരിച്ചിരിക്കുന്നത്. അതിൽ തൊട്ട് മുന്നേ ഉള്ള ആയത്തുകൾ പറഞ്ഞു, ഈ ആരോപണം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്ക് ഉസ്ബത്തും മിൻകും, നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടരാണ് ഈ ഒരു ഇഫ്ക്, ഈ ദുരാരോപണം കെട്ടിച്ചമച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് വലിയൊരു ദോഷമായി ഈ സമൂഹത്തിനെന്ന് നിങ്ങൾ കരുതണ്ട. ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. ഈ ആരോപണം, ഇങ്ങനെയൊരു വ്യഭിചാരാരോപണം ഉണ്ടായി എന്നുള്ളത് കുറേ നന്മകൾ അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ അതിനെ ഏറ്റവും നല്ല വിശിഷ്ടമായ ഉത്കൃഷ്ടമായ ഒരു സമൂഹമാക്കി നിലനിർത്താൻ ആവശ്യമായ കുറേ നിർദ്ദേശങ്ങളാണ് പിന്നീട് നൽകിയത്. ഇതിൽ നന്മയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഈ ഒരു ആരോപണം, ഈ ഖദ്ഫ് ആരാണോ ഉന്നയിച്ചത് അവർക്കൊക്കെ ഗുരുതരമായ ശിക്ഷ ലഭിക്കും എന്നുള്ള താക്കീത് അവർക്ക് കൊടുത്തു. ഇത് മാത്രമല്ല, വിശ്വാസികളോട് ചോദിച്ചതായിരുന്നു, ഇങ്ങനെയൊരു കാര്യം കേട്ടപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വന്തത്തെ സംബന്ധിച്ച് ആലോചിക്കാതിരുന്നത്? മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് തീർത്തും അടിസ്ഥാനരഹിതമായൊരു വാർത്ത കേൾക്കുമ്പോൾ, അത് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യൂലല്ലോ, പിന്നെ എങ്ങനെയാണ് ആയിഷ ചെയ്യുക എന്ന് ചോദിക്കാതിരുന്നത്? നിങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് നന്മത് വിചാരിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ഇത് കൊണ്ടുവരുന്ന ആൾ ഒരിക്കലും 4 സാക്ഷികളെ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇത് അടിസ്ഥാനരഹിതമായ ഒരു ദുരാരോപണമാണ്, ഒരു കളവാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ ഈ ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ നിങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഏർപ്പെട്ട ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ കടുത്ത ശിക്ഷ നിങ്ങളെ പിടികൂടുമായിരുന്നു എന്നുള്ള താക്കീത് കൊടുത്തു. നിങ്ങൾ നാവുകളിൽ നിന്നും നാവുകളിലേക്ക് ഇങ്ങനെ അത് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്ത ഈ കാര്യം ഇങ്ങനെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വളരെ ലളിതമായ കാര്യമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൽ അത് ഗുരുതരമായൊരു കാര്യമാണ്. വഹുവ ഇൻദല്ലാഹി അളീം എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിത് കേട്ടപ്പോൾ ഇങ്ങനെ പറയാതിരുന്നത്? അള്ളാഹുവേ മാലന അൻ നതകല്ലമ ബിഹാദ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. ഇങ്ങനെയുള്ള കാര്യം പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ചേർന്ന കാര്യമല്ലേ ഇങ്ങനെ കേട്ടത് പറയിൽ. നീ പരിശുദ്ധനാണ്, ഇത് തീർച്ചയായിട്ടും ഒരു മഹാ അബദ്ധമാണ്, അപരാധമാണ്, ഒരു കെട്ടിച്ചമച്ച കള്ളമാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാണ് നിർത്തിയത്. അതിനുശേഷം തുടർച്ചയായിട്ട് വീണ്ടും ചില സംസ്കരണത്തിൻ്റെ അധ്യാപനങ്ങൾ അല്ലെങ്കിൽ ആയത്തുകൾ അള്ളാഹു നൽകുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅ്ലുകുമുല്ലാഹു അൻ തഅൂദു ലിമിസ്ലിഹി അബദാ ഇൻ കുൻതും മുഅ്മിനീൻ.
യഇലുക്കുമുല്ലാഹ്. വഅള എന്നുള്ള വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്. നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ വഅള് പറയുക എന്ന്. വഅള എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക എന്നാണ്. എന്തൊക്കെയോ ഉപദേശിക്കുന്നതല്ല, പ്രസക്തമായ കാര്യങ്ങൾ ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അതിനാണ് വഅള എന്ന് പറയുക. യഇലുക്കുമുല്ലാഹ്, ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഈ വഅള്, ഈ ഉപദേശം, ഈ മൗഇലത്ത്, അത് യഇലുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. നോക്ക്, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചനാഥൻ നിങ്ങൾക്കിതാ ഉപദേശങ്ങൾ നൽകുന്നു. യഇലുക്കുമുല്ലാഹ് അൻ തഉദു ലിമിസ്ലിഹി അബദാ. എന്താണ് അൻ തഉദു? ആദ യഉദു, മടങ്ങുക, ആവർത്തിക്കുക. അൻ തഉദു ലിമിസ്ലിഹി അബദ. ലിമിസ്ലിഹി, ഇതുപോലുള്ള ഒന്നിലേക്ക് ഇനിയും നിങ്ങൾ മടങ്ങാതിരിക്കാൻ വേണ്ടി ഇതാ അള്ളാഹു നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്നു. അൻ തഉദു ലിമിസ്ലിഹി അബദ. ഒരിക്കലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, നിങ്ങളുടെ കൂട്ടത്തിലെ പതിവ്രതകളായ ചാരിത്ര്യവതികളായ സ്ത്രീകളെ സംബന്ധിച്ച് ദുരാരോപണങ്ങൾ ഇനിയും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഇതാ അള്ളാഹു നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു. യഇലുക്കുമുല്ലാഹു അൻ തഉദു ലിമിസ്ലിഹി അബദ ഇൻ കുന്തും മുഅ്മിനീൻ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ വ്യഭിചാര ആരോപണങ്ങൾ, അപവാദങ്ങൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. വയുബയ്യിനുല്ലാഹ്, അള്ളാഹു വിശദമാക്കി തരുന്നു, വ്യക്തമാക്കി വിവരിച്ചു തരുന്നു. ലക്കും, നിങ്ങൾക്ക്, അൽ ആയാത്ത്, അവൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു അലീമാണ്. അലീം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിനറിയാം. ഹക്കീമാണ്, യുക്തിജ്ഞനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യത്തിൽ എങ്ങനെയാണ് വേണ്ടത് എന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിവുള്ളവനാണ് ഹക്കീം. അല്ലാഹു അലീമുൻ ഹക്കീം, നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ശരിയായ അറിവുള്ളവനാണ് അള്ളാഹു. ഈ രണ്ട് ആയത്തുകൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള അപവാദ പ്രചരണങ്ങൾ ഇനിയും നിങ്ങളുടെ സമൂഹത്തിൽ, ഈ സമാജത്തിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് മൗഇലത്ത് നൽകുകയാണ്, കൃത്യമായ ഉപദേശങ്ങൾ നൽകുകയാണ്. ആ ഉപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞതും ഇനി പറയാനുള്ള ആയത്തുകളും. എന്ന് പറഞ്ഞു നോക്ക്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇന്നല്ലദീന യുഹിബ്ബൂന, നിശ്ചയമായും ഇഷ്ടപ്പെടുന്ന ആളുകൾ. യുഹിബ്ബൂന എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നൊക്കെ പറയാം, താല്പര്യം പ്രകടിപ്പിക്കുക. എന്തിന് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളാ? അൻ തശീഅ, പ്രചരിക്കുവാൻ. ഷാ യശീഉ എന്ന് പറഞ്ഞാൽ പ്രചരിക്കുക എന്നർത്ഥം. അൻ തശീഅ, പ്രചരിക്കുവാൻ. എന്ത് പ്രചരിക്കുവാനാ? അൽ ഫാഹിഷത്തു, അൽ ഫാഹിഷത്ത്, മ്ലേച്ഛമായ കാര്യങ്ങൾ, അശ്ലീലത പ്രചരിക്കുവാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഫില്ലദീന ആമനു, സത്യവിശ്വാസികളിൽ. ലഹും അദാബുൻ അലീമുൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും പരലോകത്തും. വല്ലാഹു യഅലം, അള്ളാഹു അറിയുന്നവനാണ്, അല്ലെങ്കിൽ അള്ളാഹു അറിയുന്നു. വഅൻതും ലാ തഅലമൂൻ, നിങ്ങളാവട്ടെ അറിയാത്തവരാണ്. എന്താ ആയത്ത് നോക്ക്. 19-ാമത്തെ ആയത്തിൽ പറയുന്നത് ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു. സത്യവിശ്വാസികളുടെ സമാജത്തിൽ, സമൂഹത്തിൽ ഫാഹിഷത്ത് വ്യാപിക്കണമെന്ന്, അല്ലെങ്കിൽ ഫാഹിഷത്ത്, അശ്ലീലത പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, അവർക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും
വേദനയേറിയ ശിക്ഷയാണുള്ളത്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, നിങ്ങളോ അറിയാത്തവരാണ്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. വളരെ നിർണായകമായ, വളരെ പ്രാധാന്യമുള്ള ഒരു നിർദ്ദേശമാണ്. നിങ്ങൾക്ക് അള്ളാഹു നിർദ്ദേശം നൽകുന്നു എന്ന് പറഞ്ഞല്ലോ, ഉപദേശം നൽകുന്നു. ആ കൂട്ടത്തിൽ പറയുകയാണ്, സത്യവിശ്വാസികളുടെ സമൂഹത്തിൽ അശ്ലീലത പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ നാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 വാക്കുകളുണ്ട്. ഒന്ന്, അശ്ലീലത പ്രചരിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടില്ല. പ്രചരിപ്പിക്കുന്നവർ എന്നാണെങ്കിൽ തശീഅ എന്നല്ല പറയാം. ഇത് തശീ അൽ ഫാഹിഷത്തു, ഫാഹിഷത്ത് പ്രചരിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവർ നാം, പ്രചരിപ്പിക്കുകയല്ല. 2, ഫാഹിഷത്ത് ചെയ്യുന്നവർ എന്നും പറഞ്ഞിട്ടില്ല. അശ്ലീലത പ്രവർത്തിക്കുന്നവർക്കല്ല അദാബുൻ അലീമുള്ളത്, അശ്ലീലത പ്രചരിപ്പിക്കുന്നവർക്കും അല്ല. പിന്നെ ആർക്കാ? യുഹിബ്ബൂന അൻ തശീഅ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു. ഈ സമൂഹത്തിൽ അശ്ലീലത പ്രചരിക്കുന്നത് രസകരമായൊരു സംഗതിയായി നോക്കിക്കാണുന്ന ആൾക്കാർ അവരാ. ഇയാൾ പ്രചരിപ്പിക്കുന്നൊന്നുമില്ല, ഇയാൾ ചെയ്തിട്ടുമില്ല, പക്ഷേ അതിനെപ്പറ്റിയുള്ള വാർത്ത വായിക്കാൻ എന്തോ ഒരു താല്പര്യമെന്നറിയോ. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അവിടെ പോയി സാഗൂതം വളരെ താല്പര്യപൂർവ്വം കൗതുകത്തോടുകൂടെ കേട്ടു നിൽക്കുക. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. നോക്ക്, പ്രചരിപ്പിക്കുന്ന ആളല്ല, അശ്ലീലത പ്രവർത്തിക്കുന്നവരുമല്ല. പിന്നെന്താ? അശ്ലീല വർത്തമാനങ്ങൾ കേൾക്കാൻ കൊതിപൂണ്ട ആളുകൾ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു. ശരിക്കും മനസ്സിലാക്കണം ഈ വ്യത്യാസം. അശ്ലീലത പ്രവർത്തിക്കുന്നവർക്കല്ല പറയുന്നത്, അശ്ലീലത പ്രചരിപ്പിക്കുന്നവനുമല്ല. പിന്നെ ആരാ? അശ്ലീലത സത്യവിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ. ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. എന്നിട്ട് പറയുക, ആ വാക്യം സമാപിപ്പിക്കുന്നത് എങ്ങനെയാണ്? വല്ലാഹു യഅലം, അള്ളാഹു അറിയുന്നവനാണ്, വ അൻതും ലാ തഅലമൂൻ, നിങ്ങളാവട്ടെ അറിയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതിങ്ങനെ കേൾക്കുന്നല്ലേ, ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്, ഇതുണ്ടാക്കി തീർക്കുന്ന വിപത്ത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയില്ല. അള്ളാഹു ശരിക്കറിയുന്നവനാണ് എന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇത് നമ്മൾ ലാഘവത്തോടുകൂടെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യത്തെയാണ് അള്ളാഹു പറയുന്നത്, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ഞാൻ അങ്ങനെ ആരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പറയുന്നത് ഉള്ള ഒരു സദസ്സിൽ ഞാൻ ഫുള്ള് കേട്ട് നിന്നിട്ടുണ്ട്. മതി, അവർക്ക് അദാബുണ്ടെന്ന് പറഞ്ഞു. നോക്കുകയാണ്, അങ്ങനെയുള്ളൊരു മെസ്സേജ് വന്നപ്പോൾ, അല്ല അങ്ങനെയുള്ളൊരു സംഗതി, ഒരു വീഡിയോ എനിക്ക് കിട്ടിയപ്പോൾ, അങ്ങനെയുള്ളൊരു ഒരു സന്ദേശം എനിക്ക് ലഭിച്ചപ്പോൾ ഞാനത് വായിച്ചു, അത് കേട്ടു. അതിങ്ങനെ ഞാൻ ഫോർവേഡും ചെയ്തിട്ടില്ല, കേട്ടാൽ മതി. അത് കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ താല്പര്യപൂർവ്വം നോക്കിക്കാണുന്ന ആളുകൾക്കാണ് ലഹും അദാബുൻ അലീം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖുർആൻ അത് പറയുമ്പോൾ ഇതെന്താണെന്നറിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യപൂർവ്വം കേൾക്കുന്ന, അത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ 2 രൂപത്തിലുള്ള കാര്യങ്ങൾക്കുണ്ടാവും. ഒന്ന്, ഇത് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അവരുടെ മനസ്സിൽ ഒരു ആഗ്രഹം ജനിക്കും. എന്താണെന്ന് വെച്ചാൽ, ഇവർക്കൊക്കെ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്കെന്താ ചെയ്തൂടെ. അശ്ലീലതയാണ്, വൃത്തികേടുകൾ ഇങ്ങനെ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് അതിനെപ്പറ്റി ഇങ്ങനെ കേൾക്കുകയും കാണുകയും വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് ധാരാളമായിട്ട് നടക്കുന്നത്. മീഡിയകളൊക്കെ ഏറ്റവും കൂടുതൽ വായനക്കാരും കേൾവിക്കാരും ഒക്കെ ഉള്ളത് എന്താ, വ്യൂസൊക്കെ ഏതിനാണ് കിട്ടുകയെന്ന് വെച്ചാൽ ഇത്തരത്തിൽപ്പെട്ട വാർത്തകളാണ്. നിമിഷ നേരം കൊണ്ട് എത്രയോ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു തീർത്തിരിക്കും. അപ്പോൾ ഇത് കേൾക്കാൻ കൊതിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്കും ആയിക്കൂടെ എന്നുള്ള ചിന്താഗതി അവിടെ വരും. അശ്ലീലത വ്യാപിക്കുകയാണ്, നോർമലായിട്ട് മാറുകയാണ്. എല്ലാ തരത്തിൽപ്പെട്ട അതിൻ്റെ അതിരുകളും അതിൻ്റെ ലജ്ജയില്ലാതെ പ്രചരിക്കുകയാണ്. രണ്ടാമത്തത്, ഇത് പ്രചരിക്കുന്നതിലൂടെ ശത്രു അല്ലെങ്കിൽ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു സമൂഹത്തെ തകർക്കുക, ഒരു യുദ്ധതന്ത്രം പോലെയാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വിശ്വാസികളെ തകർക്കാൻ ഇനി ആയുധം കൊണ്ട് സാധ്യമല്ല. സത്യവിശ്വാസികളെ, അവരുടെ ധാർമ്മിക നിലവാരം, അവരുടെ സദാചാര വിശുദ്ധി, അത് തകർത്തുകൊണ്ടേ ഇനി അവരെ തകർക്കാൻ കഴിയൂ എന്ന് ശത്രുക്കൾ തീരുമാനിച്ചതുപോലെയുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്, ഇത് പ്രചരിപ്പിക്കണ്ട.
ഇത് ചെയ്യണ്ട, ഇത് 4 ആൾ കൂടി പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എത്തിയാൽ അത് കൗതുകപൂർവ്വം അത് കേൾക്കുക എന്നത് തന്നെ ഗുരുതരമായ പാതകമാണ് എന്ന്. നോക്കുക, എന്താ പറഞ്ഞത്? അശ്ലീലത പ്രവർത്തിക്കുന്നവരെ പറ്റിയല്ല, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സിന എന്താണ്, ചെയ്താൽ എന്താണ്. അത് പ്രചരിപ്പിച്ചവനെ പറ്റി പറഞ്ഞു. 4 സാക്ഷികളില്ലാതെ ഈ സംഗതി പറഞ്ഞാൽ എന്താ ചെയ്യാൻ. ഇനി പറയുന്നത് ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ഈ വൃത്തികേടുകൾ, ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തെ സംബന്ധിച്ചുള്ള കഥകൾ, അതുപോലെ തന്നെ എല്ലാ തരത്തിൽപ്പെട്ട അശ്ലീലകരമായ വർത്തമാനങ്ങളൊക്കെ അതിൽ വരും ഫാഹിഷത്തിൽ. വ്യഭിചാരം മാത്രമല്ല, ആ ഫാഹിഷത്ത് എല്ലാ ചില പരിധി ലംഘിച്ച വർത്തമാനങ്ങളാണ്. ആ പരിധി ലംഘിച്ച കാര്യങ്ങളൊക്കെ ഫാഹിഷത്തിൽ വരും. ആ ഫാഹിഷത്ത് പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള വാർത്തകളൊക്കെ വായിക്കാൻ വല്ലാതെ താല്പര്യം കാണിക്കുന്ന ആളുകൾ, അതാ പറയുന്നത്. ആ വാർത്ത തേടിപ്പിടിക്കും, പീഡന വാർത്തകൾ, അത് വായിക്കാൻ ആളുകൾക്ക് വലിയ താല്പര്യമായിരിക്കും. അങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ, അങ്ങനെയുള്ള ചാനലുകൾ കാണാൻ വലിയ ആവേശമായിരിക്കും. അതുകൊണ്ട് അവരൊക്കെ വലിയ പ്രചാരം, ആളുകളെ കൂട്ടാൻ വേണ്ടി എടുക്കുന്നൊരു പണി കൂടിയാണ് മാധ്യമങ്ങൾ ഇത്. അതിനെപ്പറ്റി പറയാ ഖുർആൻ, ഇത് ഗുരുതരമായ പാതകമാണ്. 2 ശിക്ഷയാണ് പറഞ്ഞത്, ഫി ദുനിയ വൽ ആഖിറ. അപ്പോൾ നമ്മൾ വിചാരിക്കും ദുനിയാവിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു 80 അടി അല്ലേ, വ്യഭിചാരം ആരോപിച്ചാൽ. അതൊന്നുമല്ല, അതുമാത്രമല്ല, ആ ശിക്ഷകൾ വേറെ ഉണ്ടാവാം. പക്ഷേ ദുനിയാവിൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇയാൾ ഉൾക്കൊള്ളുന്ന സമൂഹം ഉണ്ടല്ലോ, തകരും. ഇത് കേൾക്കുന്ന കുടുംബത്തിൽ ആരാണോ, അല്ലെങ്കിൽ ഇത് ഒരാൾ സ്ഥിരം അയാളുടെ കുടുംബം തകരും, അയാളുടെ കുടുംബം തകരും. അയാളുടേത് മാത്രമാവില്ല, അങ്ങനെ ഇത് കേൾക്കാൻ കൊതിക്കുന്ന മുഴുവൻ ആളുകൾ. ഇത് സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽപ്പെട്ട വൃത്തികെട്ട വർത്തമാനങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ, ഓരോരുത്തരും അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ, എല്ലാവരും ചെയ്യുന്നില്ലേ, ഒരു നോർമൽ സ്വാഭാവികത കൈവരികയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് കുടുംബങ്ങൾ തകരും. വിശ്വസ്തത എന്ന് പറഞ്ഞ കാര്യമേ ഉണ്ടാവില്ല. കല്യാണം കഴിക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാവില്ല. നമ്മളത് കാണുന്നുണ്ട്. നമ്മുടെ പടിഞ്ഞാറൻ നാടുകളിൽ നിന്ന് വളരെ കൃത്യമായ ചില ചിത്രങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അവിടെ ഈ വിവാഹം എന്ന് പറയുന്ന കാര്യം തന്നെ വളരെ വളരെ കുറവായി മാറിക്കൊണ്ടിരിക്കുന്നു. ലിവിങ് ടുഗദറാണ്. നമ്മുടെ നാട്ടിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വരിക. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ, പരസ്പര ധാരണയിലൂടെ കുറച്ചു കാലം ഒരുമിച്ച് താമസിക്കുക, വേറെ ബാധ്യതകളൊന്നുമില്ല എന്ന് മാത്രമല്ല, അതിന് വല്ലാത്ത ഇമ്മൊറാലിറ്റി, ഈ പറഞ്ഞ അധാർമികതക്ക് വലിയ നിയമ പ്രാബല്യം കൊടുക്കുക. ചില നാടുകൾ ഹോമോസെക്ഷുവാലിറ്റി, പിന്നെ സ്വവർഗരതി നിയമപരമായിട്ട് അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അഡൾട്ടറി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്, പിന്നെ ലോകത്തുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ബഹുഭൂരിഭാഗം രാജ്യങ്ങളും പരസ്പര ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം കുറ്റകരമല്ല. എന്താ സംഭവിക്കുന്നത്? ഈ ദുനിയാവിലെ ശിക്ഷ എന്താണെന്നറിയോ? ഫാദർലെസ് ചിൽഡ്രൻ. തന്ത ആരാണ്, വാപ്പ ആരാന്നറിയാത്ത കുറേ മക്കൾ. സിംഗിൾ പാരൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൾ മാത്രം കുട്ടിനെ പോറ്റേണ്ടി വരിക. നമ്മൾ ഉണ്ടല്ലോ, നമ്മൾ പാരൻ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും കൂടിയാണ്. 2 പേർക്ക് റോളുണ്ട് കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിലൊക്കെ തന്നെ. പക്ഷേ ഇവിടെ ആരാണ് പിതാവ് എന്നറിയാതെ സിംഗിൾ പാരൻറ്റിങ്, വമ്പിച്ച ഡിപ്രഷൻ, താൽക്കാലികമായ സുഖം. ചിലപ്പോൾ ചില നാടുകളൊക്കെ പറയൂ ലോകത്തെ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സ്, സന്തോഷ പട്ടികയിൽ ഇവരാണ് 1ാമത്തെ രാജ്യമെന്നൊക്കെ പറയും. ആ രാജ്യങ്ങളുടെ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും, നല്ലതാ. സന്തോഷം നൈമിഷികമായിരിക്കും, കുറച്ച് നേരത്തേക്കുള്ള സന്തോഷമാണ്. പക്ഷേ സ്ഥായിയായ സന്തോഷമല്ല, ഡിപ്രഷനാണ് കൂടുതൽ. ഇതൊക്കെ ദുനിയാവിലെ അഴാബാണ്, പറഞ്ഞാൽ തീരാത്ത അഴാബുകളാണ്. സമൂഹത്തിൽ വിശ്വാസ്യത ഉണ്ടാവുകയില്ല. ഒരാൾക്കും തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യ പതിവ്രതയായി ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ആർക്കും ആരുടെ കൂടെയും ശയിക്കാൻ പറ്റുന്ന പരസ്പര സമ്മതമുണ്ടെങ്കിൽ അതൊന്നും കുറ്റകൃത്യമല്ലാത്ത അവസ്ഥ. ഇതിനെ സംബന്ധിച്ച് പറയാണ്, ഇത് ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന അഴാബാ. ആഖിറത്തിൽ ഗുരുതരമായ ശിക്ഷ വേറെ വരാനുണ്ട്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ആയത്ത് സമാപിച്ചത് ഇങ്ങനെയാണ്, വല്ലാഹു യഅലം
വഅൻതും ലാ തഅലമൂൻ. എടാ, അള്ളാഹു അറിയുന്നവനാണ്, നിങ്ങൾക്കറിയില്ല. എന്താ ഈ വല്ലാഹു യഅലം എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞില്ലേ, വെസ്റ്റേൺ കൺട്രീസ് പറയാൻ എന്താണെന്ന് വെച്ചാൽ അവരെ മോറൽ എന്താ പറയുക, ഒരു തരത്തിൽപ്പെട്ട ലിമിറ്റുമില്ലാതെ, യാതൊരു നിയന്ത്രണവുമില്ലാത്ത കംപ്ലീറ്റ് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യം, സർവതന്ത്ര സ്വാതന്ത്ര്യം. നല്ലവണ്ണം സമ്പത്തുമുണ്ട്, ടെക്നോളജി, എല്ലാ തരത്തിൽപ്പെട്ട സാങ്കേതിക വിദ്യകളും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ കടുത്ത നിരാശ, അതിശക്തമായ രൂപത്തിൽ കുടുംബ ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള തകർച്ച അവിടെ നേരിട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് എന്ന് നിങ്ങൾക്കറിയില്ല. വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു അറിയുന്നവനാണ്, നിങ്ങളാവട്ടെ അറിയുകയില്ല. നിങ്ങൾക്ക് അറിയാത്തവരാണ് വെച്ചാൽ നമുക്കറിയില്ല. നമുക്ക് ഇതെന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. സമൂഹം തകരും, ഗുരുതരമായ കുറേ പ്രശ്നങ്ങൾ, സമൂഹത്തിൽ ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥ വരും. ഇങ്ങനെ പല ജാതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയാണ് അല്ലാഹു, അദാബും ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു നോക്ക്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു വഅന്നല്ലാഹ റഊഫുർ റഹീം. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അല്ലാഹുവിൻ്റെ ഫദ്ൽ, പടച്ച റബ്ബിൻ്റെ ഔദാര്യം, അവൻ്റെ കാരുണ്യം, അനുഗ്രഹം, അത് നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, നേരത്തെയും സമാനമായത് വന്നിട്ടുണ്ട്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു വഅന്നല്ലാഹ റഊഫുർ റഹീം, അല്ലാഹു ഏറെ ദയാലുവും റഹീമും അല്ലായിരുന്നുവെങ്കിൽ. ഈ പറഞ്ഞതൊക്കെ എന്നോട്, നമ്മിൽ ഓരോരുത്തരോടും അല്ലാഹു കാണിക്കുന്ന ഗുണങ്ങളാണ്. ഒന്നെന്താ പറഞ്ഞു നോക്ക്, ഫദ്ലുല്ലാഹ്, അള്ളാഹിൻ്റെ ഔദാര്യം. കൂടുതൽ ഔദാര്യം എനിക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുകയാണല്ലോ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഏത് മനുഷ്യനും സംഭവിക്കുക. അടുത്ത ആയത്തിൽ അത് വരുന്നുണ്ട്. അള്ളാഹിൻ്റെ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അവൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, വഅന്നല്ലാഹ റഊഫുർ റഹീം, അള്ളാഹു ഏറെ ദയാലുവാണ് നമ്മിൽ ഓരോരുത്തരോടും. റഊഫാണ്, നമ്മോട് അലിവുള്ളവനാണ്, ദയയുള്ളവനാണ്. അതുകൊണ്ട് നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന വഅലാണിത്. നേരത്തെ പറഞ്ഞു യഅലുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു. ആ ഉപദേശത്തിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ ചാരിത്രം നിങ്ങൾ സംരക്ഷിക്കണം. പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾക്കപ്പുറത്തേക്ക് നിങ്ങൾ അതിര് കടന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹു എന്നോട് റഊഫ് ആയതുകൊണ്ടാണ്, എന്നോട് റഹീം ആയതുകൊണ്ടാണ്, ഏറെ കാരുണ്യമുള്ളവനായതുകൊണ്ടാണ്. അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ തകർന്നു പോയേനെ എന്നാണ് അവിടെ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ, വഅന്നല്ലാഹ റഊഫുർ റഹീം, അള്ളാഹു ഏറെ ദയാലുവും ഏറെ കാരുണ്യവാനും അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യം പരിതാപകരമാകുമായിരുന്നു എന്ന് പറയുന്നു. വീണ്ടും, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. ഇനി പറയാണ്, അല്ലയോ വിശ്വസിച്ചവരെ, നമ്മളിൽ ഓരോരുത്തരെയും വിളിച്ച് പറയാട്ടോ അല്ലാഹു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, പടച്ച റബ്ബ് നൽകുന്ന പ്രധാനപ്പെട്ട ഉപദേശ. ലാ തത്തബിഉ, നിങ്ങൾ ഫോളോ ചെയ്യരുത്, നിങ്ങൾ പിൻപറ്റരുത്. ഖുതുവാതിശ് ശൈത്വാൻ, ഖുതുവാത്ത് എന്ന് പറഞ്ഞാൽ ഫുട് പ്രിൻറ്റ്സ്, കാൽപ്പാടുകളാണ്. ആ ശൈത്വാൻ, ചെകുത്താൻ്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, ആരാണോ ചെകുത്താൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നത്, ഫഇന്നഹു, അപ്പോൾ അവൻ യഅ്മുറു,
കൽപ്പിക്കും ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഫഹ്ഷ നേരത്തെ പറഞ്ഞ ഫാഹിഷത്തിൻ്റെ മറ്റൊരു രൂപമാണ്. മ്ലേച്ഛമായ കാര്യങ്ങൾ, വൃത്തികേടുകൾ, അങ്ങനെയുള്ള വൃത്തികേടുകളും വൽ മുൻകർ നിഷിദ്ധങ്ങൾ, പാപകർമ്മങ്ങളും അവൻ നിങ്ങളോട് കൽപ്പിക്കും. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, നേരത്തെ പറഞ്ഞു അതേ ആയത്ത് പോലെ വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, പടച്ചറബിൻ്റെ അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, മാ സകാ മിൻകും മിൻ അഹദിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനും തസ്കിയത്ത് നേടുമായിരുന്നില്ല, വിശുദ്ധി നേടുമായിരുന്നില്ല, അബദ ഒരിക്കലും. വല്ലാഹു വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, എന്നാൽ അള്ളാഹു താൻ ഉദ്ദേശിച്ചവനെ തസ്കിയത്ത് വിശുദ്ധി നൽകുന്നു. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഉപദേശം എന്താ നോക്ക്, എത്ര പ്രസക്താ നോക്ക്. നമ്മളെല്ലാവരും ഈ വൃത്തികേട് ചെയ്തു പോകുമായിരുന്നു പടച്ചറബിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ. കാരണം എന്താണെന്നറിയോ, ചെകുത്താൻ്റെ പിന്നാലെ നിങ്ങൾ പോവരുത്. ചെകുത്താൻ നിങ്ങളോട് കൽപ്പിക്കുക എപ്പോഴും വൃത്തികേടുകൾ ചെയ്യാനാണ്. ആദ്യത്തെ ആയത്ത് നോക്ക്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, ചെകുത്താൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. ആരാ ചെകുത്താൻ്റെ കാൽപ്പാട് കണ്ടത്? ചെകുത്താനെ തന്നെ കണ്ടിട്ടില്ലല്ലോ, ചെകുത്താനെ തന്നെ കാണുന്നില്ല. നമുക്ക് കാണാൻ പറ്റാത്തൊരു സൃഷ്ടിയാണത്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ കാൽപ്പാട് കാണുക? ചെകുത്താൻ്റെ ഫുട് പ്രിൻറ്റ്സ്, കാൽപ്പാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഓരോരോ തോന്നലുകളാണ്. ഒറ്റയടിക്കല്ല ഒരു വൃത്തികേട് ഒരാൾ ചെയ്യുക. ഒരു വ്യഭിചരിക്കുന്നത് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ചെയ്യല്ലത്, അതിൻ്റെ മുമ്പേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അത് ഫുട് പ്രിൻറ്റ്സാണ്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു നോട്ടമായിരിക്കും, ഒരു കാഴ്ചയായിരിക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരു പ്രൊഫൈൽ പിക്ചർ ആയിരിക്കാം. ഇതാരാ ഇത്? പിന്നീട് അവരോടുള്ള അടുപ്പം എങ്ങനെയൊക്കെ അടുക്കാൻ കഴിയുമോ? ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പോവരുത് അങ്ങനെ. ഈ ഒരു രീതി, ചെകുത്താൻ്റെ ഈ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. നിങ്ങളോട് വല്ലാത്ത ഇഷ്ടത്തോടു കൂടി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു, നിന്നെ എനിക്കിഷ്ടമാണ്, അപ്പോൾ തിരിച്ച് ഇതാരാന്നറിയണമല്ലോ. ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ചെകുത്താൻ എന്താ സംഭവിക്കുക? ചെകുത്താനെ സംബന്ധിച്ച് അള്ളാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചെകുത്താൻ എന്താ പറഞ്ഞത്? ലഅഖുദന്ന ലക്കും സിറാത്തക്കൽ മുസ്തഖീം. നിർബന്ധം, ചെകുത്താൻ വളരെ ആണയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്, ലഅഖുദന്ന ലക്കും സിറാത്തക്കൽ മുസ്തഖീം. നമ്മളൊക്കെ 10-17 പ്രാവശ്യം പറയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നേർവഴിക്ക്, ശരിയായ വഴിയിൽ നടത്തണം പടച്ചറബേ, അത് കാണിച്ചു തരണം എന്നാ ചെകുത്താൻ പറഞ്ഞെന്താ അറിയോ? ആ സിറാത്തുൽ മുസ്തഖീം അതിൽ ഞാൻ പതിയിരിക്കുക തന്നെ ചെയ്യും. ലഅഖുദന്ന ലഹു സിറാത്തക്കൽ മുസ്തഖീം, നിൻ്റെ ശരിയായ വഴിയിൽ ഞാൻ കാവലിരിക്കും, ചെകുത്താൻ പറഞ്ഞതാ. പിന്നെ വേറെ സ്ഥലത്ത് കാണാം, ലആതിയന്നകും, ഞാൻ അവരെ സമീപിക്കും, മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ മുന്നിലൂടെ ഞാൻ സമീപിക്കും. ചെകുത്താൻ പറയുക, അവരുടെ പിന്നിലൂടെ വരും, അവരുടെ വലത് ഭാഗത്തൂടെ വരും, അവരുടെ ഇടത് ഭാഗത്തൂടെ വരും. എങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. ചെകുത്താൻ്റെ നടുക്കാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെകുത്താൻ എന്ന് പറയുന്നത് ഇന്ന ശൈത്വാന യജ്രി, പിന്നെ മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ? മജ്റദ്ദം, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന പോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തയോട്ടം, അല്ലേ, രക്തം ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ബ്ലഡ് സർക്കുലേഷൻ പോലെ നിരന്തരമായിട്ട് ഓരോ മനുഷ്യനിലും ചെകുത്താൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇത് പെട്ടുപോകാതിരിക്കുക? നോക്ക്, പറയാണ്, ആ ചെകുത്താൻ്റെ കാൽപ്പാടുകൾ, അവൻ്റെ പ്രേരണകൾക്ക് നിങ്ങൾ പിന്തുടരരുത്. ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാതി ശൈത്വാൻ. അങ്ങനെ അത് വെച്ചിങ്ങനെ മുന്നോട്ടാരെങ്കിലും പോയാൽ, ചെകുത്താൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാൽ, ഫഇന്നഹു, അപ്പോൾ അവൻ യഅ്മുറു, കൽപ്പിക്കും, നിങ്ങളോട് കമാൻഡ് ചെയ്യും. എന്തെന്നറിയോ? ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ നല്ല മനുഷ്യനാണ്, പക്ഷേ ഇതിൽ അക്കൗണ്ട് തുറന്നുകൂടി ആകെ പോയി. ചില നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു, അവരെന്നാണോ സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട്
പുതിയ ചില അക്കൗണ്ടുകളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തുടങ്ങിയത് അതോടുകൂടെ അങ്ങോട്ട് നാശമായി പോയിട്ടുണ്ടാവും. അതുവരെ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്തിരുന്ന, നമസ്കാരമൊക്കെ സമയം തെറ്റാതെ നിർവഹിച്ചിരുന്ന പലരും ഇതിപ്പോൾ നമസ്കാരവും ഇല്ല, ഖുർആൻ പാരായണവും ഇല്ല, ഒന്നുമില്ലാതെ ഒക്കെ താളം തെറ്റിയ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, ചെകുത്താൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരുത്. പിന്തുടർന്നാൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, ചെകുത്താൻ എന്താ നിരന്തരം പറയാന്നറിയോ? നന്മക്കല്ല പ്രേരിപ്പിക്കുക. ചെകുത്താൻ നിങ്ങളെ കെണിയിൽപ്പെടുത്തും, നിങ്ങളെ ട്രാപ്പിലകപ്പെടുത്തും. ഫഹ്ഷ വൃത്തികേടുകൾ, നേരത്തെ ഫാഹിഷത്ത് പറഞ്ഞില്ലേ, അതിന് മറ്റു രൂപമാണ്. വളരെ ആഭാസങ്ങൾ, വൃത്തികേടുകൾ, അശ്ലീലതകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. വൽ മുൻകർ പാപകർമ്മങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹു പറയാണ്, പടച്ചറബിൻ്റെ കാരുണ്യവും ഔദാര്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദാ. സക്കാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനാവുക. മാ സക്കാ മിൻകും മിൻ അഹദിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും തന്നെ പരിശുദ്ധനാകുമായിരുന്നില്ല. അബദ, ഒരിക്കലും. പടച്ചറബിൻ്റെ കാരുണ്യമുള്ളതുകൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത്രക്കും ആ ചെകുത്താൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെ ഓരോ വഴിയിലും ഞാൻ പതിയിരിക്കും. ഇവരുടെ പിൻഭാഗത്തുകൂടെ, മുൻഭാഗത്തുകൂടെ, വലതുഭാഗത്തുകൂടെ, ഇടതുഭാഗത്തുകൂടെ, നാനാ ഭാഗത്തുകൂടെയും ഞാൻ അവരെ വലയം ചെയ്യും. അവരെ നിരന്തരമായി ലഉഗ്വിയന്നകും അജ്മഈൻ ഇല്ലാ ഇബാദകൽ മുഖ്ലസീൻ, എല്ലാവരെയും മുഖ്ലസികളായ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഖ്ലാസുള്ള നല്ല സജീവ വിശ്വാസമുള്ള ആളുകളെയല്ലാതെ മുഴുവൻ ആളുകളെയും വഴികേടിലാക്കുന്ന ചെകുത്താൻ്റെ പ്രതിജ്ഞയാണ്. അതിൽ പെട്ടുപോകുമായിരുന്നു നിങ്ങൾ. അള്ളാഹുവിൻ്റെ കാരുണ്യവും കൃപയും അനുഗ്രഹവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹു യുസക്കി, അവൻ തസ്കിയത്ത് നൽകുന്നു, അവൻ സംസ്കരണം നൽകുന്നു, ശുദ്ധീകരണം നൽകുന്നു. മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. എപ്പോഴും പ്രാർത്ഥിക്കണം. എന്താണെന്നറിയോ? പടച്ചറബേ, എൻ്റെ മനസ്സിന് നീ തഖ്വ നൽകണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, എൻ്റെ മനസ്സിന്, എൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണേ, ദൈവബോധം അത് എനിക്ക് നൽകണം. വസക്കിഹ, അതിന്, ഈ മനസ്സിനെ നീ ശുദ്ധീകരിക്കണം. തസ്കിയത്ത് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ. സക്കിഹ, അതിനെ ശുദ്ധീകരിക്കണം, സംസ്കരിക്കണം. അൻത ഖൈറു മൻ സക്കാഹ, നീയാണ് അതിനെ ശുദ്ധീകരിക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് ശുദ്ധീകരിക്കുന്നത് നീയാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥന നമ്മൾ പതിവാക്കണം. ഇവിടെ അള്ളാഹു പറയുന്നു, വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദാ, ഒരിക്കലും നിങ്ങളിൽ ഒരാളും തന്നെ വിശുദ്ധനാകുമായിരുന്നില്ല. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംസ്കരിക്കുന്നു. വല്ലാഹു സമീഉൻ അലീം, ഒക്കെ കേൾക്കുന്നുണ്ട് അള്ളാഹു. നമ്മുടെ മനസ്സ് പറയുന്നത്, വേറെ ആരും കേൾക്കാത്തത്, നിങ്ങൾ ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ആരോടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ഒക്കെ അള്ളാഹു കേട്ടിട്ടുണ്ട്. വല്ലാഹു സമീഉൻ. ഭാര്യ കേട്ടിട്ടുണ്ടാവില്ല, മക്കൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ആരോടൊക്കെ എന്തൊക്കെയാണോ കിഞ്ചന വർത്തമാനങ്ങൾ പറഞ്ഞത്, ടെക്സ്റ്റ് അയച്ചത്, വോയിസ് അയച്ചത്, വീഡിയോ അയച്ചത്, വല്ലാഹു സമീഉൻ, അള്ളാഹു കേൾക്കുന്നുണ്ട്. അലീം, എല്ലാം അറിയുന്നവനാണോ. വല്ലാഹു സമീഉൻ അലീം എന്ന് നോക്ക്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഇനി മറ്റൊരു സംഭവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തസ്കിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഏത് സാഹചര്യത്തിലാണ് പറയുന്നത് ഒന്നുകൂടി അങ്ങോട്ട് വെച്ച് നോക്ക്. ഇതിനെപ്പറ്റി പറഞ്ഞു അള്ളാഹു. ഇതൊരു, ഈ അപവാദം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരിൽ ആ സമൂഹത്തിൽ
വളരെ ഗുരുതരമായ രൂപത്തിൽ പടർന്നു പിടിച്ച അപവാദ പ്രചരണമല്ലേ. അത് മോശം നിങ്ങൾ കരുതണ്ട, നിങ്ങൾക്ക് ഗുണകരമാണ്. എങ്ങനെ ഗുണകരമായി? പറഞ്ഞ നിയമങ്ങളൊക്കെ വന്നില്ലേ? ഇതൊക്കെ വരൂലേ? ഇതൊക്കെ അള്ളാഹു പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് കരുതണം, ചെകുത്താൻ്റെ പിന്നാലെ പോവരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരാളും തന്നെ ഒഴിയാതെ വിശുദ്ധി നഷ്ടപ്പെട്ടവരാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുക. ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഈ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ പറയാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും. വലാ യഅ്തലി, ഈ യഅ്തലി എന്നുള്ള വാക്കുന്നാണ് വലാ യഅ്തലി എന്ന് വരുന്നത്. ആലാ യുലി എന്നതിൻ്റെ മറ്റൊരു ഫോമാണ്. എന്താ അതിനോട് അർത്ഥം എന്ന് വെച്ചാൽ ശപഥം ചെയ്യുക എന്നാ, സത്യം ചെയ്യുക. വലാ യഅ്തലി, ശപഥം ചെയ്യരുത്. ആര്? ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി. ഉലുൽ ഫദ്ൽ ഉള്ളവർ. ഉലി എന്ന് പറഞ്ഞാൽ ഉള്ളവൻ എന്നാണ്. ഉലുൽ ഫദ്ൽ ഉള്ളവൻ. ഫദ്ൽ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഫദ്ൽ, അള്ളാൻ്റെ ഔദാര്യം. നമ്മൾ പറയാനല്ലോ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. ചില ആളുകളൊക്കെ വീടൊക്കെ ഉണ്ടാക്കി വെച്ച് അവിടെ ഇങ്ങനെ എഴുതി വെക്കും, ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഈ ഔദാര്യം, അള്ളാഹുവിൻ്റെ ഔദാര്യം കിട്ടിയ ആൾക്കാർ, അതാണ് ഉലുൽ ഫദ്ൽ. മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയുള്ള, വസ്സഅതി, സഅത്ത് എന്ന് പറഞ്ഞാൽ ശേഷിയാണ്, കഴിവാണ്. വസ്സഅതി, സാമ്പത്തിക ശേഷിയുള്ള അത്യാവശ്യം അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച ആളുകൾ ശപഥം ചെയ്യരുത്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി, സാമ്പത്തിക ശേഷിയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ആളുകൾ ശപഥം ചെയ്യരുത്. എന്ത്? അൻ യുഅ്തു, നൽകുകയില്ലെന്ന്. അല്ലാ യുഅ്തു എന്നാണ്. അൻ യുഅ്തു, നൽകുകയില്ലെന്ന്. എന്ത്? ആർക്ക് നൽകുകയില്ല? ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. 3 കൂട്ടുകാരെ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും തന്നെ ഞങ്ങൾ നൽകുകയില്ല എന്ന് സമ്പന്നരായ ആളുകൾ ശപഥം ചെയ്യാൻ പാടില്ല. നോക്ക്, വലാ യഅ്തലി, ശപഥം ചെയ്യരുത്. ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി, നിങ്ങളുടെ കൂട്ടത്തിലെ സമ്പന്നരായ ആളുകൾ എന്ത് ശപഥം ചെയ്യരുത്? അൻ യുഅ്തു, നൽകുകയില്ലെന്ന്. ആർക്ക്? ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. ഉലിൽ ഖുർബ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധുക്കൾ. ഖുർബ, ഖരീബ് അല്ലേ? ഉലിൽ ഖുർബ, ഉലുൽ ഖുർബ. ആർക്കാണ് ഉലിൽ ഖുർബ? ബന്ധുക്കൾക്ക്. വൽ മസാകീന, അഗതികളായ മിസ്കീനുകളായ ആളുകൾക്ക്. വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്ത, പലായനം ചെയ്ത, ദേശത്യാഗം ചെയ്ത ആളുകൾക്കും നൽകുകയില്ലെന്ന് ശപഥം ചെയ്യരുത്. വൽ യഅഫു വൽ യസ്ഫഹു, അവർ, ഈ ആളുകൾ യഅഫു, വിട്ടുകൊടുക്കട്ടെ, മാപ്പാക്കട്ടെ. വൽ യസ്ഫഹു, അവർ പുറത്തു കൊടുക്കട്ടെ അല്ലെങ്കിൽ വിട്ടുകൊടുക്കട്ടെ. ആദ്യത്തേത് മാപ്പാക്കട്ടെ എന്നാണ്. സൊഫ്ഹ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക. നമുക്ക് വിശദീകരിക്കാം. വിട്ടുകൊടുക്കട്ടെ. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ചോദിക്കുകയാണ്. അലാ തുഹിബ്ബൂന, നിങ്ങൾക്കിഷ്ടമല്ലേ? അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരുന്നതിനെ. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഈ സംഭവം, ഈ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോഴാണ് അർത്ഥം ശരിക്കും മനസ്സിലാവുക. നേരത്തെ പറഞ്ഞ ഗുരുതരമായ അപവാദ പ്രചരണം നാട്ടിൽ നടക്കുക. ഈ അപവാദം, അതിൻ്റെ സോഴ്സ്, ഒന്നാമത്തെ ആൾ ആരാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, നേരത്തെ ഈ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ, അദ്ദേഹമാണ് അതിൻ്റെ പ്രഥമ സോഴ്സ്. അദ്ദേഹമാണ് ആദ്യം ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് തുടങ്ങിയത് അയാളാണ്. അതിനുശേഷം ഇത് വല്ലാതെ പ്രചരിച്ചു. ആ പ്രചരണം ഏറ്റെടുത്തവരുടെ കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി, സത്യവിശ്വാസികളായ നിഷ്കളങ്കരായ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട 2-3 ആളുകൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. അതിലൊരാൾ മിസ്തഹ്ബിനു ഉസാസ എന്ന് പറയുന്ന ഒരു സ്വഹാബിയാണ്. മിസ്തഹ്ബിനു ഉസാസ ബദറിലൊക്കെ പങ്കെടുത്ത ആളാണ്. വേറെ നമ്മൾ പറഞ്ഞു ഹംന ബിൻത്ത് ജഹ്ഷാണ്, സൈനബയുടെ സഹോദരിയാണ്. അതുപോലെ തന്നെ നേരത്തെ മറ്റൊരു വ്യക്തിയെ കൂടെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു. ഈ 3 ആളുകളെ സംബന്ധിച്ച്
ഇതിലിവിടെ ഈ ഒരു ആയത്ത് വരുന്നത് മിസ്തഹ് ബിൻ ഉസാസ എന്ന് പറയുന്ന സഹാബിയെ സംബന്ധിച്ചാണ്. ഈ സഹാബി ദരിദ്രനായിരുന്നു. ഇദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി വിട്ട് ഒരു കുടുംബ ബന്ധമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃ സഹോദരി പുത്രനാണ്. എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അമ്മായിയുടെ മകനാണ്, ബാപ്പൻ്റെ പെങ്ങളുടെ മകനാണ്. വളരെ ദരിദ്രമായ പശ്ചാത്തലമാണ്. ഇവരുടെ കുടുംബകാര്യങ്ങളൊക്കെ ശരിക്കും നോക്കി നടത്തി അവർക്ക് വേണ്ട സാമ്പത്തിക ചെലവും കാര്യങ്ങളും ഭക്ഷണമൊക്കെ കൊടുത്തിരുന്ന ആരാന്ന് വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണേ, ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്, പ്രവാചകൻ്റെ പ്രിയപത്നിയാണ്. ഇവർക്കെതിരൊരു അപവാദം ഉണ്ടായപ്പോൾ ഇയാൾ അതിൽ പറഞ്ഞു വരുത്താൻ കൂടി. പടച്ചറബ് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് അത് പിന്നെ തൗബ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ കൂടി പങ്കാളിയായി. ഇത് മിസ്തഹ് ബിൻ ഉസാസ്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയിഷയുടെ സംഭവം വിവരിച്ചപ്പോൾ മിസ്തഹിൻ്റെ മാതാവിൽ നിന്നാണ് ആയിഷ ഇത് അറിയുന്നത്. മിസ്തഹ് തുലയട്ടെ എന്ന് അവിടെ പറഞ്ഞു. എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ, നല്ലൊരു സഹാബി ബദറിൽ പങ്കെടുത്ത ആളെപ്പറ്റി ഇങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോഴാണ് ആയിഷക്ക് അത് ഈ വിവരം അവർ കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു അത്. ഈ മിസ്തഹ് ബിൻ ഉസാസക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം, ഇനി മിസ്തഹിന് ഞാൻ ഒരു തരത്തിൽപ്പെട്ട സഹായവും ചെയ്യുകയില്ല. ഇത് ശപഥം ചെയ്തു. ഈ ശപഥത്തെ സംബന്ധിച്ച് അള്ളാഹു പറയാ, തിരുത്തു കൊടുക്കുക. നോക്കണങ്ങളെ, ആർക്കെതിരില്ല പറഞ്ഞു നോക്കണം. സ്വന്തം മകൾക്കെതിരിൽ തൻ്റെ നിരന്തരമായി തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അപവാദം പ്രചരിപ്പിച്ചപ്പോൾ അത് ഈ പ്രചരിപ്പിച്ച ആളെ ഈ സഹാബിക്ക് മുസ്തഹിന് ഇനി മേൽ എൻ്റെ പുരേന്ന് ഭക്ഷണം കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തിരുത്തു നോക്കുകയാണ്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസഅതി അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാ. നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പന്നരായ ആളുകൾ ഇങ്ങനെ ഒരു ശപഥം ചെയ്യരുത്. എങ്ങനെ? നിങ്ങളുടെ കുടുംബ ബന്ധുക്കൾ, ഇയാൾ കുടുംബ ബന്ധുവാണ്, ഉലിൽ ഖുർബയാണ്, വൽ മസാക്കീൻ മിസ്കീനാണ്, ഒരു ഗതിയില്ലാത്തവന്, അഗതിയാണ്. മാത്രമല്ല വൽ മുഹാജിരീന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് വന്ന ആളാ, ദേശത്യാഗം നടത്തിയ ആളാ. ഇങ്ങനെ പ്രവർത്തിച്ച ആളുകൾക്ക് അയ്യുത്തു കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യരുത്. അള്ളാഹ് ആയത്തിറക്കുകയാണേ. നോക്കുകൾ അവിടെ ഉണ്ടായൊരു സംഭവത്തിൻ്റെ പേരിൽ. എന്നിട്ടോ വൽയഅഫു വൽയസ്ഫഹു, ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സംഭവിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും പൊറുക്കാൻ കഴിയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പുറത്തു കൊടുക്കണം. വൽയഅഫു, നിങ്ങൾ മാപ്പാക്കണം, ആ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കണം. വൽയസ്ഫഹു, അഫു എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം മാപ്പാക്കുക. ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ശിക്ഷ നടപ്പാക്കാതിരിക്കുക, അത് വിട്ടുകൊടുക്കുക. അതിനാണ് അഫു എന്ന് പറയുക. സഫഹ എന്ന് പറഞ്ഞാൽ കുറച്ച് അതേ സമാനമായ അർത്ഥം, കുറച്ചൊരു വ്യത്യാസം കാണാം. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല എന്ന് തന്നെ കരുതുക. നോക്കുക, ഒരു തെറ്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മാപ്പ് തന്നു, ഏതാ ചെയ്ത് ശരിയായില്ല, മാപ്പ് തന്നു എന്ന് പറയുന്നതാണ് അഫു. തെറ്റിനെ ഉണ്ടായിട്ടില്ല, കണ്ടില്ല എന്ന് വെക്കുക പൂർണ്ണമായിട്ട്. അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയുകയും ചെയ്യും, പിന്നെ കണ്ടില്ല എന്ന് വെക്കുക മാത്രമല്ല, അതിൻ്റെ എല്ലാ തരത്തിൽപ്പെട്ട ഭവിഷ്യത്ത് ഇയാൾ ഒരു ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഭവിഷ്യത്തെ അയാൾ കേൾപ്പിക്കാതിരിക്കുക. അതിനാണ് സഫഹ എന്ന് പറയുക. അതുകൊണ്ട് ഒന്ന് മാപ്പ് കൊടുക്കുക എന്നാണെങ്കിൽ രണ്ട് വിട്ടുകൊടുത്തേക്ക്. വൽയസ്ഫഹു എന്നിട്ട് പറയാണ് അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. ചോദ്യം ഇതാണ്, അലാ തുഹിബ്ബൂന, നിങ്ങൾക്കിഷ്ടമല്ലേ, നിങ്ങൾ കൊതിക്കുന്നില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ത്? അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന്. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഈ ആയത്തിറങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് കേൾപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞറിയോ? പടച്ച റബ്ബേ, ഇവിടെ ചോദ്യമാണല്ലോ, അലാ തുഹിബ്ബൂന, നിങ്ങൾക്കിഷ്ടമല്ലേ പടച്ച റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുന്നതെന്നുള്ള ചോദ്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞതറിയോ? ബല, ഇതല്ലാതെ എന്ത്? പടച്ച റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നതാണ് ഞങ്ങൾക്കേറെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശപഥം മാറ്റി ചെയ്തു. എന്താ പറഞ്ഞോ പിന്നെ ചെയ്തത്? ഇനി ഞാൻ മിസ്തഹിന് എൻ്റെ എല്ലാ സൗകര്യവും നേരത്തുള്ളതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നു.
കൂടുതൽ കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആയത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം ആലോചിച്ച് നോക്കണം. അവിടെ അപവാദം നടത്തിയിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്, മിസ്തഹ് ഉണ്ട്, അതിനുള്ള ഉറപ്പാണ്. പക്ഷേ അത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അയാൾക്കുള്ള അവകാശം തടയാൻ പാടില്ല. രണ്ട് കാര്യം അതിലുണ്ട്. ഒന്ന്, ഈ ഭക്ഷണം നൽകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുകൾക്ക് സഹായം നൽകുക എന്ന് പറയും, ഒരു പുണ്യകർമ്മമാണ്. പുണ്യകർമ്മങ്ങൾ നിങ്ങൾ ഒരിക്കലും അവസാനിപ്പിച്ചു പറഞ്ഞ ശപഥം ചെയ്യാൻ പാടില്ല. ഒരു പുണ്യകർമ്മം ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശപഥമില്ല, അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല, പ്രതിജ്ഞ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത്, ഈ ആളുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? അള്ളാഹു പറഞ്ഞത് അറിയോ? വഫി അംവാലിഹിം ഹഖുൽ ലിസാഇൽ വൽ മഹ്റൂം. ഇത് നിങ്ങൾ കൊടുക്കുന്ന ഔദാര്യമല്ല, ഇത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ അവകാശമാണ്. ഈ പണക്കാരൻ്റെ, സമ്പന്നൻ്റെ സമ്പത്തിൽ അള്ളാഹു കൊടുത്തു വച്ചിരിക്കുന്ന, നിർബന്ധമാക്കി വെച്ച ഹക്കാണ്. അത് തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതുകൊണ്ട് മേലാൽ ഇത്തരം പ്രതിജ്ഞ ചെയ്യരുത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ, നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും വോട്ട് മറിച്ച് ചെയ്തില്ലേ? ഇന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇനി മേലാൽ ഇവൻ്റെ അടുത്തേക്ക് ഞാൻ കൊടുക്കൂല, എൻ്റെ പറയുന്ന ഒരു സഹായമില്ല പറയരുത് എന്നാണ് പറഞ്ഞത്. സത്യവിശ്വാസി ഒരു മനുഷ്യന് ഉപകാരം ചെയ്യുമ്പോൾ പ്രത്യുപകാരം പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുക, അവൻ്റെ ദുൽമുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ മിസ്കീനായ ആളുകളുടെ അവകാശം അത് കൊടുക്കുക എന്നുള്ള ബോധം ഉണ്ടാവേണ്ടുള്ളൂ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ. അള്ളാഹുവിൻ്റെ വജ്ഹിനാണ് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത്. പടച്ചറബിൻ്റെ തൃപ്തിയാണ് വേണ്ടത്. നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല. ഇതാണ് വിശ്വാസികൾ നയിക്കേണ്ടത്. ഇവിടെ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കണം. ഇതിൽ ധാരാളം പാഠങ്ങൾ ഈ ആയത്തിലുണ്ട്. അതിലൊന്ന് അഫുവുമായി ബന്ധപ്പെട്ടതാണ്. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര സംഗതിയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാൻ നഖസത്ത് സദഖത്തുൻ മിൻ മാലിൻ. ഒരു തരത്തിൽപ്പെട്ട സ്വതക്കയും സമ്പത്ത് ഇതുവരെ കുറച്ചിട്ടില്ല. സമ്പത്തിൽ ഒരു സ്വതക്ക നൽകിയതിൻ്റെ പേരിൽ സമ്പത്ത് ഇതുവരെ കുറഞ്ഞിട്ടില്ല, ആരുടേതും കുറയൂല. മാ നഖസത്ത് സ്വതഖത്തും മിൻ മാലിൻ. നമ്മൾ വിചാരിക്കൂലേ, എൻ്റെ കയ്യിലുള്ള 10,000 1000 എടുത്ത് സംഭാവന കൊടുത്താൽ ബാക്കി 9,000 ആയി പോവില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. മാ നഖസത്ത് സ്വതഖത്തും മിൻ മാലിൻ വമാ സാദല്ലാഹു അബ്ദൻ ബി അഫ്വിൻ ഇല്ലാ ഇസ്സ. അതുപോലെ തന്നെ അല്ലാഹു ചേർത്ത് പറയുകയാണ്, ആരെങ്കിലും ഒരാൾക്ക് അയാളുടെ തെറ്റ് വിട്ടുകൊടുത്താൽ, അഫുവാക്കി കൊടുത്താൽ, മാപ്പാക്കി കൊടുത്താൽ അള്ളാഹു അയാൾക്ക് അന്തസ്സാണ് വർദ്ധിപ്പിക്കുക. നമ്മൾ വിചാരിക്കില്ലേ, ഞാനൊന്ന് താഴ്ന്നു കൊടുത്ത്, ഒന്ന് കുറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ ഒന്ന് വിട്ടുകൊടുത്താൽ എനിക്കെന്തോ കുറച്ചിലല്ല ഇസ്സത്ത് കൂടുക ചെയ്യുക, അന്തസ്സ് കൂടുക ചെയ്യാൻ. വല്ലാത്തൊരു വാക്യം അത്. അതുകൊണ്ട് പറയുക വൽയഅഫു വൽയസ്ഫഹു. ഒരു ചോദ്യം കൂടി ചോദിച്ചു, നിങ്ങൾക്കൊക്കെ അള്ളാഹുവിനോട് പുറത്തു തരണേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നമ്മൾ പ്രാർത്ഥിക്കുക, പടച്ചോനെ നീ അഫുവാണ്, ഏറെ പൊറുക്കുന്നവനാണ്, മാപ്പാക്കുന്നവനാണ്, മാപ്പ് നൽകുന്നത് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളെന്താ നിങ്ങളോട് ചെയ്ത ഒരു സഹോദരൻ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ട് അയാൾക്ക് മാപ്പ് കൊടുക്കാത്തത്? അയാൾക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരല്ല, പടച്ചവൻ നിങ്ങൾക്ക് മാപ്പ് നൽകണം നിങ്ങൾ ആഗ്രഹിക്കുന്നു. നടക്കൂലെന്നാ. നല്ലോണം ശ്രദ്ധിക്കണം. പടച്ചറബിൻ്റെ ഒരു മാപ്പ്, അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം, ഒരു പൊറുക്കൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിലുള്ള മനുഷ്യർ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്താൽ അയാൾക്ക് പുറത്തു കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം. ഇതായി പറയുന്നത്. ഇതിവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം വെച്ചുകൊണ്ട് അള്ളാഹു പറയാ, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസഅതി അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽ യഅഫു വൽ യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ സംഭവം ഉണ്ടായപ്പോൾ അവിടെ തകർന്നു പോയ ബന്ധങ്ങളെപ്പറ്റി ആലോചിച്ച് നോക്ക്. ആളുകളുടെ മനസ്സിലുടലെടുത്ത പ്രശ്നങ്ങളില്ലേ സമൂഹത്തിൽ? സ്വന്തം മകളെ സംബന്ധിച്ച്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായൊരു ദുരാരോപണം ഇങ്ങനെ സമൂഹത്തിൽ ഏകദേശം ഒരു മാസത്തോളം കറങ്ങി നടന്നു. അവസാനം കാരുണ്യവാനായ റബ്ബ് ആയത്തിറക്കിയിട്ട് ഇത് തിരുത്തിയപ്പോൾ, ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ കുറേ ബന്ധങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും.
കുറേ ആളുകളുടെ മനസ്സുകൾ തമ്മിൽ അകന്നിട്ടുണ്ടാവും. പടച്ചോൻ പറയാണ് വല്ലാഹു ഗഫൂറുർ റഹീം. ഇതിൽ പശ്ചാത്തപിച്ച ആളുകൾ, അറിയാതെ കുടുങ്ങിപ്പോയ പാവങ്ങളുണ്ട്. അവർ പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരോട് കെറിവ് കാണിക്കേണ്ട കാര്യമല്ല. അള്ളാഹു ഗഫൂറാണ്, ഏറെ പൊറുക്കുന്നവനാണ്, റഹീമാണ്. അതുകൊണ്ട് അവർക്കുള്ള ഏതെങ്കിലും ആനുകൂല്യം, കൊടുത്തിരുന്ന ആനുകൂല്യം നിർത്തിവെക്കാൻ പാടില്ല. യഅഫു വൽ യസ്ഫഹു, അവരോട് മാപ്പ് നൽകണം, വിട്ടുവീഴ്ച കാണിക്കണം. ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടേ ഇല്ല എന്നതുപോലെ പെരുമാറണമെന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ആയത്ത് 22-ാമത്തെ ആയത്തോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം പാഠങ്ങൾ വിശുദ്ധ ഖുർആൻ ഈ സൂറത്തു നൂറിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ, ആധുനിക കാലത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒട്ടേറെ പാഠങ്ങളും നിർദ്ദേശങ്ങളുമാണ്. യഅ്ലുക്കുമുല്ലാ, ഇന്നത്തെ ക്ലാസ്സിന് തുടക്കം യഅ്ലുക്കുമുല്ലാ, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ സദാചാര വിശുദ്ധി ഒക്കെ നിലനിർത്തുമ്പോൾ ഈ സമൂഹത്തിന് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഇതൊരു നോർമലായി കഴിഞ്ഞാൽ അവനും അങ്ങനെ ചെയ്യുക, ഇവനും ഇങ്ങനെ ചെയ്യുക, അവൻ ചെയ്തതിന് പകരം ഇതാ നിങ്ങളുടെ കൂട്ടത്തിലും ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പരസ്പരം പറയുന്ന ഏർപ്പാട് അവസാനിക്കണം എന്നാണ് പറയുന്നത്. ഒരു പാർട്ടിക്കാരൻ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരുത്തൻ വൃത്തികേട് ചെയ്താൽ നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുകയല്ല വേണ്ടത്. ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടുകൾ സമൂഹത്തിൽ പ്രചരിക്കാതിരിക്കുക എന്നതാണ് വേണ്ടത്. ചെയ്യുന്നവനല്ല ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞത്, പ്രചരിപ്പിക്കുന്നവനുമല്ല. പ്രചരിക്കുന്നത്, നോക്കി നിൽക്കുന്ന, അതൊക്കെ വല്ലാതെ താല്പര്യത്തോടുകൂടെ ഷെയർ ചെയ്യുന്ന, അത് വായിക്കുവാൻ എൻജോയ് ചെയ്യുന്ന, അത് ഇഷ്ടം പോലെ ലൈക്കടിക്കുന്ന, അതിൻ്റെ കേൾവിക്കാരനായിട്ടും കാഴ്ചക്കാരനായിട്ടും മാറുന്ന ആളുകൾക്കാണ് അദാബുൻ അലീം എന്ന് പറഞ്ഞത്. പടച്ചറബ് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവൻ്റെ കാരുണ്യം കൊണ്ട് സത്യത്തിൻ്റെ വഴിയിൽ നമ്മുടെ എല്ലാവരുടെയും പാദങ്ങളെയും മനസ്സുകളെയും കണ്ണുകളെയും കാതുകളെയും ഒക്കെ തന്നെ അള്ളാഹു നന്മയുടെ വഴിയിൽ ഉറപ്പിച്ച് നിർത്തി തരുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരും നീ തുണക്കണമേ നാഥ. ഞങ്ങളുടെ എല്ലാ വീഴ്ചകളും ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. റഹ്മാൻ റബ്ബേ, വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഖുർആൻ എതിരായി സാക്ഷി പറയുന്ന ഹതഭാഗ്യരിൽ നിന്ന് ഞങ്ങളെല്ലാവരും നീ കാത്ത് രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, അധർമ്മകാരികളായ അക്രമത്തിൻ്റെയും അഴിമതിയുടെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളിൽ നീ മോചിപ്പിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല രൂപത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടവരുണ്ട്. റഹ്മാൻ റബ്ബേ, അവരുടെയൊക്കെ രോഗങ്ങൾ പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ നാഥ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരുടെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ റബ്ബേ. ഈ ദുനിയാവിലെ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവർ നീ സന്തോഷിപ്പിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, അവരുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൻ നഈമിൽ സമ്മേളിപ്പിക്കണമേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ ومولاها يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.